ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ലച്ചു ആകെ വിഷമിച്ച് നിൽക്കുന്നത് കണ്ട് സഞ്ജു അരികിലേക്ക് എത്തി ലച്ചുവിനെ ആശ്വസിപ്പിക്കണം. വല്യപ്പച്ചിയെ അവിടുന്ന് പറഞ്ഞയച്ചതിന് ശേഷം സഞ്ജു ലച്ചുവിനോട് പറഞ്ഞു, ലച്ചു, നീ ചെയ്തതിൽ ഒരു തെറ്റുമില്ല. ഞാൻ ആ സമയത്ത് എന്റെ മാനസികാവസ്ഥ ശരിയായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ദേഷ്യപ്പെട്ടത് എന്ന് സഞ്ജു ലച്ചുവിനോട് പറയുന്നു. ലച്ചു അത് കേട്ടതും ആകെ വിഷമത്തോടെ സഞ്ജുവിനെ നോക്കി. സഞ്ജു അപ്പോഴേക്കും ലച്ചുവിന്റെ താടിയിൽ പിടിച്ച് ഒന്ന് ലച്ചുവിനോട് പറഞ്ഞു, മോളെ, നീ സങ്കടപ്പെടാതെ. ഞാൻ അപ്പോ അങ്ങനെയെല്ലാം സംസാരിച്ചത് എന്ത് കാരണത്താലാണെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് ഇനിയും ലച്ചു, ലക്ഷ്മി, നീ കരയണ്ട എന്ന് സഞ്ജു ആശ്വസിപ്പിച്ചുകൊണ്ട് നിൽക്കുമ്പോ ലച്ചു സഞ്ജുവിന്റെ നെഞ്ചിലേക്ക് അങ്ങ് ചേരുന്നു. ഈ സമയത്ത് ഇതെല്ലാം കണ്ടുകൊണ്ട് വിഷമത്തോടെ സ്വാതി നിൽക്കുകയായിരുന്നു. സ്വാതി സങ്കടപ്പെട്ടുകൊണ്ട് വേഗം പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ വാതുക്കൽ വിഷമിച്ച് നിൽക്കുന്ന കാഞ്ചനയെ കണ്ടു. സ്വാതി അരികിലേക്ക് വന്നത് അമ്മയെന്ന് വിളിച്ചത് കേട്ട് കാഞ്ചന കലിയോടെ പിന്തിരിഞ്ഞു നോക്കി. അതെ, നീ കണ്ടില്ലേ ആ ലക്ഷ്മി എന്ന് പറയുന്ന പെണ്ണിനെ അവൻ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നത്? അവൻ മറ്റൊരു പെൺകുട്ടിയുടെ ഭർത്താവാണെന്നുള്ള സത്യം അവളോട് പറഞ്ഞാൽ എന്താ അവന് കുഴപ്പം? അവൻ എന്നിട്ട് അതൊന്നും കേൾക്കാതെ, അതിനൊന്നും നിൽക്കാതെ അവൻ ഒപ്പം നിന്നുകൊണ്ട് ആ പെണ്ണിന്റെ കൂടെ നിന്ന് അവൻ അവന്റെ ഭർത്താവ് എന്ന രീതിയിൽ പെരുമാറുന്നത് കണ്ടില്ലേ? ഇതെല്ലാം കണ്ടിട്ടും നീ മിണ്ടാതെ നിൽക്കുകയാണോ? ചെന്ന് വിളിച്ചോണ്ട് വഴി അവനെ അവിടുന്ന്. ഇല്ലെങ്കിൽ നിനക്ക് നിന്റെ ജീവിതം നഷ്ടമാകും. അത്രേ ഉള്ളൂ. സഞ്ജുവിനെ നിനക്ക് നഷ്ടപ്പെടേണ്ടി വരും. അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കാഞ്ചന കലിയോടെ അവിടെ നിന്ന് പോകുമ്പോൾ കാഞ്ചനയുടെ ആ പ്രവൃത്തി കണ്ട് ആകെ വിഷമത്തോടെ സ്വാതി നിന്നു. സ്വാതി പറഞ്ഞു, അതെ, ശ്രീദേവി ഇതെല്ലാം കണ്ടിട്ട് മിണ്ടാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് എന്ത് പറയണമെന്ന് എനിക്കറിയാം. ഞാൻ പഴയ കാര്യങ്ങളെല്ലാം മനഃപൂർവ്വം മറന്നു കളഞ്ഞതാണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ എന്ന് പറഞ്ഞ് കാഞ്ചന അവിടെ നിന്ന് പോകുമ്പോൾ ശ്രീകുട്ടി ആകെ വിഷമിച്ചിരുന്നു. അപ്പോഴാണ് എതിരേത്ത് മനയില് അവിടെ ഗാർഡനിൽ തനിച്ചു നിൽക്കുന്ന ഗോവിന്ദനെ കണ്ടുകൊണ്ട് അവിടേക്ക് മൂസത് എത്തി. എന്താ മോനെ, നീ എന്താ ഇവിടെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നതെന്ന് മൂസ അന്വേഷിച്ചതും ഗോവിന്ദൻ പറഞ്ഞു, അത് പിന്നെ വേറൊന്നും അല്ല മുത്തശ്ശ, ഞാനിവിടെ നിൽക്കാൻ കാരണം തിരിച്ച് മടങ്ങിപ്പോയാലോ എന്നൊരാലോചന. ഇവിടെ നിന്നിട്ട് മനസ്സാകെ അസ്വസ്ഥമാവുന്നു, അതുകൊണ്ടാണ് അങ്ങനെ ഒരു ആലോചനയായിട്ട് നിൽക്കുന്നത് എന്ന് ഗോവിന്ദൻ പറഞ്ഞത് കേട്ട് മൂസത് പറഞ്ഞു, മോനെ, നീ മടങ്ങിപ്പോകാനോ? നിനക്ക് ഇവിടെ നിൽക്കുന്നേക്കാളും സ്വസ്ഥതയും സമാധാനവും അവിടെ ചെന്നാൽ നിനക്ക് കിട്ടുമെങ്കിൽ നീ അങ്ങോട്ട് പൊയ്ക്കോളൂ, ഞാനതൊരിക്കലും തടയില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും മൂസത്തിനോട് ഗോവിന്ദൻ പറഞ്ഞു, അല്ല മുത്തശ്ശ, ഞാനിവിടുന്ന് പോകുന്നതിന് കാരണം ലക്ഷ്മി മാത്രമല്ല, മറിച്ച് ലക്ഷ്മിയുടെ ഇപ്പോഴത്തെ അവസ്ഥ കൂടിയാണ്. അവളിപ്പോ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ ജീവിക്കുന്നതിന് അവളെ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കണ്ടേ? അപ്പോഴേക്കും മൂസത് പറഞ്ഞു, അതിന് പെരുവണ്ണാപുരത്തമ്മ എന്തെങ്കിലും ഒരു പോംവഴി കണ്ടിട്ടുണ്ടാവും. പെരുവണ്ണാപുരത്തമ്മ തന്നെ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണും. ലച്ചുവിന് അതിൽ നിന്ന് അവളെ രക്ഷിക്കാൻ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. ഇപ്പോഴത്തെ ലച്ചുവിന്റെ അവസ്ഥയിൽ നിന്ന് ലച്ചുവിനെ പഴയ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ ദൈവങ്ങൾ വിചാരിച്ചാൽ മാത്രമേ സാധിക്കൂ എന്ന് മൂസത് ഗോവിന്ദനോട് അറിയിച്ചു. അത് കേട്ടതും ഗോവിന്ദൻ പറഞ്ഞു, മുത്തശ്ശ, അങ്ങനെ എല്ലാ കാര്യവും ദൈവത്തിന് വിട്ടുകൊടുത്ത് നമ്മള് ലച്ചുവിനെ രക്ഷിക്കാനായി ഒന്നും ശ്രമിക്കാതിരുന്നാൽ അത് വലിയ ചതിയല്ലേ മുത്തശ്ശ? അതുകൊണ്ട് ഒരു കാര്യം മുത്തശ്ശൻ പറഞ്ഞത് ഞാൻ അംഗീകരിക്കാം. ലച്ചു സഞ്ജുവിനോടൊപ്പം ജീവിക്കാനായി അവൾ ആഗ്രഹിച്ചിരുന്നെങ്കിൽ, ലച്ചു സഞ്ജുവിന്റെ കൂടെ ജീവിക്കാനുള്ള മോഹവുമായിട്ട് നടന്നിരുന്ന പെൺകുട്ടിയായിരുന്നുവെങ്കിൽ ഞാൻ അതിന് സമ്മതിച്ചു തരുമായിരുന്നു. പക്ഷെ ഒരിക്കലും സഞ്ജുവിനെ ആ ഒരു രീതിയിൽ ലച്ചു കണ്ടിട്ടില്ല. ലച്ചു എന്നും നമ്മൾ എങ്ങനെയാണോ മഹാദേവനെ കാണുന്നത്, മഹാദേവനെ ആരാധിക്കുന്നത്, അതുപോലെ തന്നെ രക്ഷിച്ച തന്റെ രക്ഷകൻ എന്ന രീതിയിൽ മാത്രമാണ് ലച്ചു സഞ്ജുവിനെ കണ്ടിട്ടുള്ളത്. തന്റെ ഈശ്വരൻ എന്ന ആ ഒരു സ്ഥാനമായിരുന്നു സഞ്ജുവിന് ലച്ചു കൊടുത്തിട്ടുള്ളത്. ആ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് എന്നും സഞ്ജുവിനോട് ലച്ചു പെരുമാറിയിട്ടുള്ളതും. ഒരിക്കൽ പോലും തന്റെ ഭർത്താവ് എന്നുള്ള ഒരു സ്നേഹം ലച്ചുവിന്റെ മനസ്സിൽ സഞ്ജുവിനോട് തോന്നിയിട്ടില്ല എന്ന് ഗോവിന്ദൻ അറിയിച്ചു. ഇത് കേട്ടതും മൂസത പറഞ്ഞു, ആയിക്കോട്ടെ, പക്ഷേ അങ്ങനെ ഒരു താല്പര്യമോ സ്നേഹമോ ഇനി സഞ്ജുവിന്റെ മനസ്സിൽ ലച്ചുവിനോടുണ്ടെങ്കിലോ എന്ന് മൂസത അറിയിച്ചതും ഗോവിന്ദൻ പറഞ്ഞു, അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാവില്ല. സഞ്ജു സ്വാതിയെ മാത്രമാണ് സ്നേഹിച്ചിട്ടുള്ളത്. ലച്ചുവിന് സ്വബോധമുള്ളപ്പോ അങ്ങനെ ഒരു ആഗ്രഹം സഞ്ജുവിന്റെ മനസ്സിൽ ഉണ്ടായിരുന്നുവെങ്കിൽ പിന്നെ സ്വാതിയുമായിട്ടുള്ള വിവാഹത്തിന് സഞ്ജു തയ്യാറാകുമായിരുന്നില്ലല്ലോ എന്ന് ഗോവിന്ദൻ അറിയിച്ചു. ഇതെല്ലാം കേട്ടതും മൂസത പറഞ്ഞു, എന്താണെങ്കിലും ദേവി എന്തോ നിശ്ചയിച്ചിട്ടുണ്ട്, അതെന്താണെങ്കിലും അത് നടപ്പിലാകൂ എന്ന് പറയുമ്പോൾ ഉടനെ മൂസത് അങ്ങനെ സംസാരിച്ചത് കേട്ട് ഗോവിന്ദൻ പറഞ്ഞു, മുത്തശ്ശ, അങ്ങനെ എല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്താൽ ശരിയാവുകയില്ലല്ലോ. എന്തായാലും ഇതിന് എന്തെങ്കിലും ഒരു പോംവഴി, ഒരു പരിഹാരം എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ തന്നെ അന്വേഷിക്കണം മുത്തശ്ശ എന്ന് പറഞ്ഞതും ഉടനെ മൂസത് പറഞ്ഞു, അതിന്
ആകെയുള്ള പരിഹാരമായിട്ട് എൻ്റെ മനസ്സിൽ തോന്നുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണ്. ലച്ചു മറന്നുപോയ ആ പഴയ ഓർമ്മകളിൽ അവളുടെ മനസ്സിനെ ആ പഴയ ഓർമ്മകളിലേക്ക് മടക്കി കൊണ്ടുപോകുന്ന എന്തെങ്കിലും പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഉണ്ടോ എന്ന് ഓർത്തെടുക്കുക. അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അത് അവളെ ഓർമ്മിപ്പിച്ചെടുക്കാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ അവളുടെ ഓർമ്മകളിലേക്ക് അവൾ മടങ്ങിപ്പോയേക്കും എന്ന് മൂസർ അറിയിച്ചു. അത് കേട്ടതും ഗോവിന്ദന് വലിയ ആശ്വാസമായി. ഗോവിന്ദൻ പറഞ്ഞു, അങ്ങനെ ഒരു ഓർമ്മയല്ലേ മുത്തശ്ശ ലച്ചു അഖണ്ഡജ്യോതി എടുത്തത് എന്ന് ഗോവിന്ദൻ മൂസറിനോട് ചോദിച്ചു. അത് കേട്ട മൂസർ ശരിയാണ് എന്ന് തലകുലുക്കി മൂസർ അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോൾ ഗോവിന്ദൻ പറഞ്ഞു, എന്തായാലും ലച്ചുവിന് അഖണ്ഡജ്യോതി എടുത്ത കാര്യം അങ്ങനെ മറന്നു കളയാനാകുമോ മുത്തശ്ശ എന്ന് ചോദിച്ചതും മൂസർ പറഞ്ഞു, എന്തായാലും അങ്ങനെ ഒരു ചിന്ത മനസ്സിലുണ്ടെങ്കിൽ, ആ ഒരു ഓർമ്മകൾ ലച്ചുവിന്റെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ അഖണ്ഡജ്യോതിയെക്കുറിച്ച് ലച്ചുവിനെ ഓർമ്മിപ്പിച്ചാൽ ചിലപ്പോൾ ആ ഓർമ്മ മടക്കി കിട്ടാൻ കഴിഞ്ഞേക്കും. എന്തായാലും ലച്ചുവിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട എന്തെങ്കിലും സംഭവങ്ങൾ ലച്ചുവിനെ ഓർമ്മിപ്പിക്കാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ പഴയ ഓർമ്മകൾ വീണ്ടെടുക്കാനുള്ള ശ്രമം ലച്ചുവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായേക്കുമെന്ന് പറഞ്ഞ് മൂസത് അവിടുന്ന് പോകുന്നു. അപ്പോഴേക്കും ഗോവിന്ദൻ ലച്ചു വന്ന് അഖണ്ഡജ്യോതി എടുത്ത കാര്യങ്ങളെല്ലാം ഓർത്ത് നിന്നു. ആ സമയത്ത് മംഗലശ്ശേരിയിൽ ശ്രീദേവിയും തനിക്ക് എന്തോ അത്യാവശ്യമായ എന്തോ കാര്യം നഷ്ടമായതുപോലെ ആ കബോർഡിനകത്ത്, തൻ്റെ റൂമിലുള്ള കബോർഡിനകത്തെല്ലാം ശ്രീദേവി പരത്തി. അപ്പോഴേക്കും അതിൽ നിന്ന് ഒരു ആൽബം ശ്രീദേവിയുടെ കയ്യിലേക്ക് കിട്ടുന്നു. ശ്രീദേവി ആ ആൽബത്തിൽ അങ്ങനെ മാറ്റി ആ ഡയറിക്ക് ഉള്ളിൽ അങ്ങനെ നോക്കിയപ്പോൾ അതിൽ നിന്ന് ഒരു ചെറിയ ഫോട്ടോ ശ്രീദേവിയുടെ കയ്യിൽ കിട്ടി. ശ്രീദേവി ആ ഫോട്ടോ എടുത്ത് അതിലേക്ക് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ ആ കാഴ്ച, ആ ഫോട്ടോ കണ്ട് അങ്ങനെ സന്തോഷത്തോടെ നോക്കിയിരിക്കുമ്പോൾ അവിടേക്ക് സ്വാതി എത്തുന്നു. എന്താ എന്താ അമ്മ എന്ത് നോക്കി ചിരിക്കുന്നത് എന്ന് സ്വാതി വന്ന് അന്വേഷിച്ചു. അപ്പോഴേക്കും ശ്രീകുട്ടി അരികിലേക്ക് വന്ന് ചോദിച്ചത് കണ്ട് ശ്രീദേവി തൻ്റെ കയ്യിലിരുന്ന ആ ഫോട്ടോ എടുത്ത് നേരെ സ്വാതിയുടെ നേരെ കാണിച്ചു. അല്ലമ്മേ, അമ്മുവിനെ കണ്ടോ എന്ന് ചോദിച്ചതും അമ്മു അവിടെ ഇവിടെ ഉണ്ടല്ലോ എന്ന് മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീദേവി ആ ഫോട്ടോ തന്നെ നോക്കി നിൽക്കുമ്പോൾ സ്വാതി ചോദിച്ചു, അല്ല അമ്മ ഇതെന്താ ഇത്ര സന്തോഷത്തോടെ നോക്കുന്നത് എന്ന് പറഞ്ഞു. അതോ എന്ന് പറഞ്ഞ് ശ്രീദേവി വേഗം തൻ്റെ കയ്യിലിരുന്ന ഫോട്ടോ സ്വാതിയെ കാണിക്കുന്നു. ഇത് സഞ്ജു അല്ലേ എന്ന് ചോദിച്ചതും അപ്പോഴേക്കും സ്വാതി ചോദിച്ചത് കേട്ട് ശ്രീദേവി പറഞ്ഞു, അതെ, 1.5 വയസ്സുള്ളപ്പോൾ എടുത്ത ഫോട്ടോ ഇത് എന്ന് പറഞ്ഞതും ഉടനെ സ്വാതി ആ ഫോട്ടോ വാങ്ങിച്ചിട്ട് പറഞ്ഞു, ആഹാ കൊള്ളാലോ, ഇങ്ങനെയെങ്കിലും ആ 1.5 വയസ്സുകാരനൊന്ന് കാണാൻ കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞ് സ്വാതി ആ ഫോട്ടോ എടുത്തു നോക്കി. കൊള്ളാം അമ്മേ എന്ന് പറഞ്ഞു. ഇത് അന്ന് നല്ല സുന്ദരനാണല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ലച്ചു എത്തിയത്. ലച്ചു വാതിൽക്കലേക്ക് വന്ന് അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ശ്രീദേവി മറുപടി ഒന്നും പറയാൻ നിൽക്കുന്നത് കണ്ട് സ്വാതി ശ്രീദേവിയെ നോക്കിയതും ശ്രീദേവി വാതിൽക്കലേക്ക് നോക്കി നിൽക്കുന്നത് കണ്ട് ശ്രീകുട്ടി വേഗം വാതിൽക്കലേക്ക് നോക്കി. അപ്പോഴേക്കും ലച്ചു ചിരിച്ചു നിൽക്കുന്ന കണ്ടതോടെ ശ്രീകുട്ടിയുടെ മുഖമാകെ മങ്ങി. ശ്രീകുട്ടി ആ ഫോട്ടോ പെട്ടെന്ന് മാറ്റി പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ശ്രീകുട്ടിയുടെയും ശ്രീദേവിയുടെയും സന്തോഷം കണ്ട് ലച്ചു അരികിലേക്ക് എത്തി. ലച്ചു എന്ന് ചോദിച്ചു, എന്താമേ, എന്താ വലിയ സന്തോഷത്തിൽ നിൽക്കുന്നത് എന്ന് ചോദിച്ചതും ലച്ചുവിനോട് ശ്രീദേവി പറഞ്ഞു, അത് പിന്നെ ഞങ്ങളെ ഒരു ഫോട്ടോ കണ്ടിട്ട് അങ്ങനെ ചിരിച്ചു നിന്നതാ എന്ന് പറഞ്ഞതും ഉടനെ ലച്ചു ചോദിച്ചു, ആണോ, എന്തിയമ്മ ഫോട്ടോ എന്ന് ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞതും ശ്രീദേവി പറഞ്ഞു, ഇത് സഞ്ജുവിൻ്റെ കുഞ്ഞിലെ ഫോട്ടോയാ. അത് കേട്ട ഉടനെ ലച്ചുവിന് വലിയ സന്തോഷമായി. സഞ്ജുവിൻ്റെ കുഞ്ഞിലെ ഫോട്ടോയോ, ഒന്ന് കാണിച്ചമ്മേ, ഞാൻ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞതും ശ്രീകുട്ടിയോട് ലച്ചുവിനെ ഒന്ന് കാണിക്കാനായി ആ ഫോട്ടോ ഒന്ന് കാണിക്കാൻ ശ്രീദേവി ആവശ്യപ്പെട്ടു. ലച്ചുവിൻ്റെ നേരെ ആ ഫോട്ടോ കൈ കൊടുക്കാതെ സ്വാതി തന്നെ തൻ്റെ കയ്യിൽ വെച്ച് ആ ഫോട്ടോ കാണിച്ചതും ലച്ചു വലിയ സന്തോഷത്തോടെ ആയി കൊള്ളാവല്ലോ എന്ന് പറഞ്ഞ്, എത്ര സുന്ദരനാ കുഞ്ഞിലെ എന്ന് പറഞ്ഞ് ആ ഫോട്ടോ പിടിച്ചു വാങ്ങിച്ചു. അത് നോക്കിയതും ലച്ചു ആ ഫോട്ടോയിലൊക്കെ നോക്കിയിട്ട് അതുപോലെ തന്നെ ആ ഫോട്ടോയിലുള്ള പോലെ തന്നെയാണല്ലോ ഇപ്പോഴും ലച്ചുവേട്ടൻ എന്നൊക്കെ സഞ്ജുവേട്ടൻ എന്ന് പറഞ്ഞുകൊണ്ട് ലച്ചു സംസാരിച്ചുകൊണ്ട് അങ്ങ് നിൽക്കുമ്പോൾ ശ്രീദേവി ആ ഫോട്ടോ കണ്ട് ലച്ചു പറയുന്നതൊക്കെ കേട്ട് അങ്ങനെ ചിരിച്ചുകൊണ്ട് അങ്ങനെ നിന്നു. അപ്പോഴേക്കും ലച്ചു ആ ഫോട്ടോസൊക്കെ നോക്കി അങ്ങനെ ചിരിച്ചുകൊണ്ട് അങ്ങ് നിൽക്കുമ്പോൾ ശ്രീദേവിയോട് ചോദിച്ചു, ആഹാ, അമ്മയുടെ കയ്യിൽ ഈ ഫോട്ടോ ഉണ്ടായിരുന്നിട്ടാണോ ഇത്രയും നാളും കാണിക്കാതിരുന്നത് എന്നൊക്കെ ലച്ചു ചോദിച്ചപ്പോൾ ശ്രീദേവി പറഞ്ഞു, അങ്ങനെ അധിക ഫോട്ടോയൊന്നും സൂക്ഷിച്ച് വെക്കാറില്ല. ഇപ്പോൾ ഞാൻ ഈ ഫോട്ടോ എടുക്കാൻ കാരണം സഞ്ജുവിൻ്റെ ബർത്ത്ഡേ ആണ് നാളെ. അത് കേട്ടതും ലച്ചു പറഞ്ഞു, അത് കൊള്ളാലോ, സഞ്ജുവിൻ്റെ ബർത്ത്ഡേ എന്താ അമ്മേ പറയാതിരുന്നത് എന്ന് ചോദിച്ചതും ഉടനെ ശ്രീദേവി പറഞ്ഞു, സഞ്ജു ബർത്ത്ഡേ ഒന്നും ആഘോഷിക്കാറില്ല, നാളെ അവന് നാളുകൂടി വരുന്ന പിറന്നാളാണ് എന്ന് പറഞ്ഞത് കേട്ട് ലച്ചു പറഞ്ഞു, അതാണല്ലോ അമ്മേ നമ്മൾ ആഘോഷിക്കേണ്ടത്. എന്തായാലും നാളെ ക്ഷേത്രത്തിൽ പോകണം, പോയി വഴിപാടുകളൊക്കെ കഴിപ്പിക്കണം. അപ്പോഴേക്കും
ശ്രീദേവി അതെല്ലാം കേട്ട് ശരിയാ അങ്ങനെ തന്നെ ചെയ്യണമെന്ന് സമ്മതിച്ചതും ലച്ചു പറഞ്ഞു, അമ്മേ ഈ ഫോട്ടോ ഞാൻ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. അത് കേട്ട ഉടനെ ശ്രീദേവി പെട്ടെന്ന് ഞെട്ടി. സ്വാതിയെ നോക്കിയതും സ്വാതി കണ്ണു മിഴിച്ച് പാടില്ലമ്മേ എന്ന് തല കുലുക്കി കാണിക്കുന്നത് കണ്ട് ശ്രീദേവി പറഞ്ഞു, അയ്യോ മോളെ, എൻ്റെ കയ്യിൽ ഈ ഒരു ഫോട്ടോയേ ഉള്ളൂ, ഇത് മാത്രമേ ഉള്ളൂ, അതിങ്ങ് തന്നേക്ക്, അമ്മ സൂക്ഷിച്ചോളാം എന്ന് ശ്രീദേവി പറഞ്ഞതും ഞാനൊരു അമൂല്യ നിധിയായിട്ട് കരുതുന്നതായത് എന്ന് പറഞ്ഞു. ഉടനെ ലച്ചു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇത് അമ്മയ്ക്ക് പിന്നീട് തരാം, ഇത് ഞാൻ ഒന്ന് കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ് ലച്ചു അതുമായിട്ട് പോകുന്നു. ശ്രീദേവി ലച്ചുവിൻ്റെ കയ്യിൽ ആ ഫോട്ടോ കൊടുത്തു വിട്ടത് കണ്ട് സ്വാതിയാകെ വിഷമത്തോടെ ശ്രീദേവിയെ നോക്കി. ലച്ചു ഫോട്ടോയുമായി പോകുന്നത് തടയാൻ പോലും കഴിയാതെ ആകെ വിഷമത്തോടെ സ്വാതി അങ്ങനെ നിന്നു. അപ്പോഴാണ് സ്വാതിയുടെ അരികിൽ നിന്ന് ആ ഫോട്ടോയുമായി ലച്ചു വേഗം കിച്ചണിലേക്ക് പോകാനായി ധൃതി വരുമ്പോഴാണ് സഞ്ജു അവിടേക്ക് എത്തിയത്. സഞ്ജു വരുന്നത് കാണാതെ ലച്ചുവും സഞ്ജുവും തമ്മിൽ കൂട്ടിമുട്ടി ലച്ചു വീഴാനായി ഒരുങ്ങി. അപ്പോഴേക്കും സഞ്ജു വേഗം ലച്ചുവിനെ പിടിച്ചു നിർത്തുന്നു. ലച്ചു വീഴാൻ തുടങ്ങിയ ലച്ചുവിനെ താങ്ങി നിർത്തിയതും സഞ്ജു ലച്ചുവിനെ താങ്ങി നിർത്തുന്നത് കണ്ട് അവിടേക്ക് സ്വാതി ഓടിയെത്തി. ഉടനെ തന്നെ ലച്ചു സഞ്ജുവിനെ തന്നെ ഇങ്ങനെ നോക്കി വേഗം നാണത്തോടെ അങ്ങനെ മാറി നിൽക്കുമ്പോൾ, നീ ഇത് എവിടെ നോക്കി ഓടി നടക്കുന്നത്, എന്ത് ശ്രദ്ധിച്ചാ നീ ഓടുന്നത് എന്ന് ചോദിച്ചു. പെട്ടെന്ന് ലച്ചു ആ ഫോട്ടോ പിന്നിലങ്ങനെ ഒളിപ്പിച്ചത് കണ്ട് സഞ്ജു ചോദിച്ചു, അല്ല നീ എന്തോ മറയ്ക്കുന്നുണ്ടല്ലോ, എന്താ അത് എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ലച്ചു പറഞ്ഞു, സഞ്ജുവേട്ടൻ ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഉടനെ സഞ്ജു പറഞ്ഞു, അങ്ങനെയല്ലല്ലോ, നിന്റെ കയ്യിൽ എന്തോ ഉണ്ടല്ലോ, കാണിച്ച് ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് സഞ്ജു ലച്ചുവിനോട് തന്റെ കയ്യിലിരിക്കുന്ന ഫോട്ടോ കാണിക്കാനായി നിർബന്ധിക്കുന്നു. ലച്ചു പറഞ്ഞു, സഞ്ജുവേട്ടൻ ഇത് കാണണ്ട, ഇത് കണ്ട സഞ്ജുവേട്ടന് നാണം വരും എന്ന് പറഞ്ഞതും സഞ്ജു പറഞ്ഞു, ആഹാ അങ്ങനെയാണെങ്കിൽ എനിക്കൊന്ന് കാണണല്ലോ, ഇങ്ങനെ കാണിച്ചെന്ന് പറഞ്ഞ് ലച്ചുവിന്റെ കയ്യിലെ ഫോട്ടോ പിടിച്ചു വാങ്ങിക്കാനായി സഞ്ജു ശ്രമിക്കുന്നു. ലച്ചു ഫോട്ടോ കാണിക്കാതെ അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോൾ സഞ്ജു തന്റെ അരികിൽ നിന്ന് ലച്ചു ഓടിപ്പോകുന്നത് കണ്ട് വേഗം ലച്ചുവിനെ പിടിച്ചു നിർത്തി. ലച്ചു തന്നെ വേഗം സഞ്ജു പിടിച്ചത് കൊണ്ട് ആ ഒരു ആഘാതത്തിൽ സഞ്ജുവിന്റെ നെഞ്ചിലേക്ക് ചെന്ന് വീഴാൻ തുടങ്ങുമ്പോൾ സഞ്ജു ലച്ചുവിനെ അങ്ങനെ ചേർത്ത് നിർത്തുന്നു. ആ സഞ്ജുവിന്റെ നോട്ടത്തിൽ ലച്ചു അങ്ങനെ സഞ്ജുവിന്റെ കണ്ണിലേക്ക് തന്നെ നോക്കി നിൽക്കുമ്പോൾ ലച്ചു അറിയാതെ പതുക്കെ ലച്ചുവിന്റെ കയ്യിൽ നിന്ന് ആ ഫോട്ടോ പിടിച്ചു വാങ്ങിച്ചു. ആ ഫോട്ടോയിലേക്ക് നോക്കിയതും അതിലിരിക്കുന്ന തൻ്റെ ആ കുഞ്ഞിലെ ഫോട്ടോ കണ്ട് അതിശയത്തോടെ സഞ്ജു നോക്കി ചിരിച്ചു. ആ ഫോട്ടോ നോക്കി അങ്ങനെ സഞ്ജു പുഞ്ചിരിച്ചു നിൽക്കുന്നത് കണ്ട് ലച്ചു വേഗം ആ മുഖം തൻ്റെ നേരെ തിരിച്ചു. ആഹാ കൊള്ളാലോ, നല്ല ചിരി വരുന്നുണ്ടല്ലോ അല്ലേ എന്ന് ചോദിച്ച് ലച്ചു ആ ഫോട്ടോ നോക്കി അങ്ങനെ ചിരിക്കുമ്പോൾ സഞ്ജു പറഞ്ഞു, അല്ല ഇത് നിനക്ക് എവിടുന്ന് കിട്ടി, ഇതേ അമ്മയുടെ കയ്യിലിരുന്ന ഫോട്ടോയാ, അമ്മ എന്നോട് കൊടുക്കാൻ പറഞ്ഞു, ഞാനത് നോക്കിയിട്ട് തരാമെന്ന് പറഞ്ഞ് ഞാൻ ഇത് മേടിച്ചുകൊണ്ട് പോന്നതാണ്, പക്ഷേ ഞാനൊരു കാരണവശാലും ഇത് ഞാൻ അമ്മയ്ക്ക് തിരിച്ചു കൊടുക്കില്ല. പിന്നെ നാളെ സഞ്ജുവേട്ടൻ്റെ ബർത്ത്ഡേ ആണ്, സഞ്ജുവേട്ടൻ നാളെ എൻ്റെ കൂടെ തീർച്ചയായിട്ടും ക്ഷേത്രത്തിലേക്ക് വരണം, ഓക്കെ അല്ലേ എന്ന് ചോദിച്ചത് ലച്ചു അവിടെ നിന്ന് പോകുമ്പോൾ സഞ്ജു ആ ഫോട്ടോ നോക്കി ചിരിച്ചുകൊണ്ട് അങ്ങനെ നിന്നു. അപ്പോഴാണ് സ്വാതി ഇതെല്ലാം കണ്ട് ആകെ വിഷമത്തോടെ റൂമിലേക്ക് പോയത്. സഞ്ജു ലച്ചുവിനോട് അടുത്തിടപഴകുന്നത് ഇഷ്ടപ്പെടാതെ സ്വാതി ദേഷ്യത്തോടെ റൂമിലേക്ക് എത്തി. ആ സമയത്ത് ആകെ വിഷമിച്ച് റൂമിൽ വന്ന് സ്വാതി അങ്ങനെ ഇരിക്കുമ്പോൾ സഞ്ജു അവിടേക്ക് എത്തുന്നു. നീ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നോ എന്ന് ചോദിച്ച് സഞ്ജു അരികിലേക്ക് എത്തിയതും സ്വാതി വേഗം തൻ്റെ ബെഡ്ഷീറ്റും പില്ലോയൊക്കെ റെഡിയാക്കിയിട്ട് പോകാനായി ചാടി എഴുന്നേറ്റു. സഞ്ജു പറഞ്ഞു, ലച്ചു ഒരു ഫോട്ടോ ആയിട്ട് വന്നു, അല്ല എൻ്റെ കുഞ്ഞുനാളിലെ ഫോട്ടോ എന്തിനാണ് അവളുടെ കൈ കൊടുത്തത് എന്ന് പറഞ്ഞതും സ്വാതി പറഞ്ഞു, ഓ അത് അമ്മ കൊടുത്തതാ, ഞാനല്ല എന്ന് പറഞ്ഞ് സ്വാതി പോകാൻ തുടങ്ങുമ്പോഴേക്കും സഞ്ജു സ്വാതിയെ വേഗം പിടിച്ചു നിർത്തി. ഇതെന്താ എന്നോട് പിണക്കമാണോ, അമ്മ അത് കൊടുത്തതിന് ഞാൻ എന്ത് ചെയ്യാനാണ് എന്ന് ചോദിച്ച് സഞ്ജു സ്വാതിയോട് സംസാരിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും സ്വാതി സഞ്ജുവിൻ്റെ കൈ തട്ടി മാറ്റി അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. സഞ്ജു സ്വാതിയോട് സ്നേഹത്തോടെ അടുത്തിടപഴകാൻ ചെല്ലുമ്പോഴും തന്നോട് സ്വാതി അകൽച്ച കാണിക്കുന്നത് കണ്ട് സഞ്ജു ആകെ വിഷമത്തോടെ നിന്നു. പിറ്റേന്ന് ലച്ചു ക്ഷേത്രത്തിലേക്ക് പോകാനായി റെഡിയായിരിക്കുമ്പോഴാണ് ആരോ കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ട് വേഗം വാതിൽ ചെന്ന് തുറന്നത്. അപ്പോഴേക്കും വാതിൽ തുറന്നതും വാതിൽക്കൽ ഗോവിന്ദനെ കണ്ടതും ലച്ചു ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഡോക്ടറായിരുന്നോ? അപ്പോഴേക്കും ഗോവിന്ദൻ ചിരിച്ചോടെ ചോദിച്ചു, അല്ല സഞ്ജു ഇവിടെ? അപ്പോഴേക്കും ലച്ചു പറഞ്ഞു, സഞ്ജുവേട്ടൻ ഓഫീസിൽ പോയല്ലോ എന്ന് പറഞ്ഞതും ലച്ചുവിൻ്റെ മറുപടി കേട്ട് ഉടനെ തന്നെ ഗോവിന്ദൻ പറഞ്ഞു, ഞാൻ സഞ്ജുവിനെ വിളിച്ചിരുന്നോ? സഞ്ജുവിനെ വിളിച്ചിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. എന്തെങ്കിലും അത്യാവശ്യ കാര്യം പറയാനുണ്ടായിരുന്നോ ഡോക്ടർ? ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോളൂ, ഞാൻ സഞ്ജുവേട്ടൻ വരുമ്പോൾ പറഞ്ഞോളാം എന്ന് സഞ്ജുവിൻ്റെ കാര്യത്തെക്കുറിച്ച് ലച്ചു ഗോവിന്ദനോട് പറഞ്ഞു. ഗോവിന്ദൻ അത് കേട്ടതും ലച്ചുവിനോട് ചോദിച്ചു, അല്ല ലച്ചു, എന്നെ ഉടനെ പറഞ്ഞയക്കാനുള്ള ധൃതിയുള്ള പോലെ തോന്നുന്നുണ്ടല്ലോ, എന്ത് പറ്റി, ഞാൻ വന്ന ശല്യായോ എന്ന് ചോദിച്ചതും ലച്ചു പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, ഞാൻ ക്ഷേത്രത്തിലേക്ക് പോകാനായി ഇറങ്ങുകയായിരുന്നു,
അതാ ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞു കേട്ട് ഉടനെ ലച്ചു സംസാരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ അവിടേക്ക് ശ്രീദേവി അമ്മ എത്തി. ആ ഗോവിന്ദ് എപ്പോഴാ എത്തിയത് എന്ന് ചോദിച്ചതും ഗോവിന്ദ് പറഞ്ഞു, അതെ, ഞാനേ ലച്ചുവിന് ഒരു കൂട്ടം കൊടുക്കാനായി വന്നതായിരുന്നു. അതാ ഞാനിപ്പോ ഇവിടേക്ക് വന്നത്. ഞാൻ സഞ്ജുവിനെ വിളിച്ചിരുന്നു. അപ്പോൾ ലച്ചു ഇവിടെ ഉണ്ട് എന്ന് എന്നോട് പറഞ്ഞു എന്നറിയിച്ചു. ഉടനെ തന്നെ തൻ്റെ കയ്യിലിരുന്ന കവറ് നേരെ ലച്ചുവിൻ്റെ കയ്യിലേക്ക് ഗോവിന്ദ് കൊടുത്തു. ഗോവിന്ദ് കൊടുത്തതും ലച്ചു ചോദിച്ചു, ഇതെന്തോ ഡ്രസ്സോ മറ്റോ ആണല്ലോ എന്ന് പറഞ്ഞതും ഗോവിന്ദ് പറഞ്ഞു, അതെ, അതെടുത്തൊന്ന് നോക്കിക്കേ. അപ്പോഴേക്കും ആ ഡ്രസ്സ് വേഗം തന്നെ ലച്ചു കയ്യിലേക്ക് എടുത്തു. ആ കവർ തുറന്ന് അതിലിരുന്ന ആ ചുമല ഹാഫ് സാരി കയ്യിലേക്ക് എടുത്തതും ലച്ചു അതിലേക്ക് തന്നെ നോക്കിയിരുന്നു. അപ്പോഴേക്കും ഗോവിന്ദ മനസ്സിൽ പറഞ്ഞു, ലച്ചു, നിനക്കൊരിക്കലും നിന്റെ ജീവിതത്തിൽ നടന്ന ഈ സംഭവം മറക്കാനാവില്ല. ഇത് നീ അഖണ്ഡ ജ്യോതി എടുത്ത സമയത്തുള്ള നീ ധരിച്ച ഡ്രസ്സാണ്. ഈ ഒരു ഓർമ്മ തീർച്ചയായിട്ട് നിന്നെ പഴയ ഓർമ്മകളിലേക്ക് മടക്കി കൊണ്ടുവരും ലച്ചു എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് അങ്ങനെ നിൽക്കുമ്പോൾ ലച്ചു ആ ഡ്രസ്സ് കയ്യിലെടുത്ത് അതിശയത്തോടെ നോക്കി. ഉടനെ ആ സംശയത്തോടെ ലച്ചു നോക്കുന്നത് കണ്ട് ഗോവിന്ദ് പറഞ്ഞു, അതേ ലച്ചു, ഇത് അത് തന്നെയാണ്. നീ അന്ന് അഖണ്ഡ ജ്യോതി എടുത്തു പോയില്ലേ അന്ന് ശിവക്കാവിലേക്ക്. അന്ന് അത്രയും വലിയ ത്യാഗം നീ ചെയ്തില്ലേ. ആ ഒരു ദിവസം നീ ധരിച്ച ഡ്രസ്സാണ് ഈ ഹാഫ് സാരി. അന്ന് നീ അണിഞ്ഞത് തന്നെയാണത്. ഈ ഡ്രസ്സ് എടുത്ത് നീ ആ ശിവക്കാവിലേക്ക് പോയത് ഓർമ്മയില്ലേ? എത്രയോ സുമംഗലിമാര് തലയിൽ അന്ന് അഗ്നിഗോളവും ഏറിക്കൊണ്ട് അവിടേക്ക് നടന്നെടുക്കുമ്പോൾ ആ നടപ്പിനിടയിൽ പലരും വെണ്ണീറായി തീർന്നതാണ്. എന്നാൽ നീ ആ ത്യാഗമെല്ലാം സഹിച്ച് അതെല്ലാം തരണം ചെയ്ത് അന്ന് ആ ശിവക്കാവിലെത്തി അന്ന് ഭഗവാന്റെ മുന്നിൽ ദീപം തെളിയിച്ചത്, ആ അഖണ്ഡജ്യോതി തെളിയിച്ചത് നിനക്ക് ഓർമ്മയില്ലേ എന്നെല്ലാം ഗോവിന്ദ് ലച്ചുവിനോട് ചോദിക്കുന്നു. ലച്ചു അതെല്ലാം കേട്ട് അതിശയത്തോടെ അങ്ങനെ നിന്നു. അപ്പോഴേക്കും ശ്രീദേവിക്കും ഗോവിന്ദിനുമൊക്കെ വലിയ ആശ്വാസമായി. ലച്ചുവിന് എന്തോ ഓർമ്മകൾ തിരിച്ചു വരുന്നു എന്ന ആശ്വാസത്തിൽ. അപ്പോഴേക്കും ഗോവിന്ദ് ചോദിച്ചു, ലച്ചു നിനക്ക് മനസ്സിലായില്ലേ എല്ലാം എന്ന് ചോദിച്ചതും ലച്ചു പറഞ്ഞു, മനസ്സിലായി. എനിക്കിപ്പോ എല്ലാം മനസ്സിലാവുന്നുണ്ട്. ഡോക്ടർക്ക് മറ്റുള്ളവരെ കളിപ്പിക്കുന്നത് വലിയ ഇഷ്ടമാണല്ലേ. മറ്റുള്ളവരെ കഥകൾ പറഞ്ഞ് ഇങ്ങനെ മണ്ടന്മാരാക്കുന്നത് വലിയ താല്പര്യമുള്ള കാര്യമാണെന്ന് തോന്നുന്നല്ലോ എന്ന് ലച്ചു പറഞ്ഞത് കേട്ട് ഗോവിന്ദ് ആകെ നിരാശയിലായി. അപ്പോഴേക്കും ശ്രീദേവിയും പ്രതീക്ഷയോടെ കാത്തിരുന്നിട്ട് ലച്ചുവിന് അതൊന്നും ഓർമ്മ വരാത്തതിൽ ആകെ വിഷമം തോന്നി. പെട്ടെന്ന് ശ്രീദേവി ചോദിച്ചു, അതൊക്കെ ഇരിക്കട്ടെ, മോൾക്ക് ഇത് പണ്ടെപ്പോഴെങ്കിലും നടന്നതായിട്ട് എന്തെങ്കിലും ഒരു ഓർമ്മയുണ്ടോ? പണ്ട് എപ്പോഴെങ്കിലും മോളി ഹാഫ് സാരി ഉടുത്തതായിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു ഓർമ്മ മോളുടെ മനസ്സിലുണ്ടോ എന്ന് ശ്രീദേവി ചോദിച്ചു. അപ്പോഴേക്കും ലച്ചു പറഞ്ഞു, അതെ, എനിക്ക് അങ്ങനെ യാതൊന്നും ഓർമ്മ വരുന്നില്ല എൻ്റെ അമ്മേ. അതെ, ഒരു കാര്യം ഞാൻ പറയാം. ഇത് ഡോക്ടറുടെ അനിയത്തിക്കുട്ടിയുടെ വല്ല ഹാഫ് സാരി ആണെങ്കിൽ ഇത് കൃത്യമായി തന്നെ കൊണ്ടുപോയി കൊടുത്തേക്ക് കേട്ടോ എന്ന് പറഞ്ഞ് ലച്ചു അത് ഗോവിന്ദിന്റെ കയ്യിലേക്ക് തിരികെ ഏൽപ്പിച്ചു. ഗോവിന്ദ് ആകെ വിഷമത്തോടെ നോക്കിയിരുന്നു. ഉടനെ ലച്ചു ശ്രീദേവിയോട് പറഞ്ഞു, അമ്മേ, ഞാൻ ക്ഷേത്രത്തിലേക്ക് പോവാ. അമ്മ ഡോക്ടർ സാറിന് ചായ ഇട്ട് കൊടുക്കണേ എന്ന് പറഞ്ഞതും ശരിയെന്ന് ശ്രീദേവി തലകുലുക്കി. അങ്ങനെ ലച്ചു നേരെ ക്ഷേത്രത്തിലേക്ക് പോകുന്നു. ഈ സമയത്ത് ഗോവിന്ദ് ആകെ നിരാശയോടെ ആ ഹാഫ് സാരിയും കയ്യിൽ പിടിച്ചങ്ങ് നിൽക്കുമ്പോൾ ശ്രീദേവിയോട് ഗോവിന്ദ് പറഞ്ഞു, മുത്തശ്ശൻ പറഞ്ഞു, പഴയ ഓർമ്മകൾ ലച്ചുവിന്റെ മനസ്സിൽ മറന്നുപോയ ആ ഓർമ്മകൾ എന്തെങ്കിലും ലച്ചുവിന്റെ മനസ്സിലുണ്ടോ എന്നറിയാനായി അത്തരം ഓർമ്മകളുടെ എന്തെങ്കിലും അവശേഷിപ്പ് ഒന്ന് കാണിക്കാനായി അതാ ഞാൻ ഇതുമായിട്ട് വേഗം ഇവിടേക്ക് പോകുന്നത് എന്ന്, മനയിൽ നിന്ന് ഇത്ര വേഗം ഞാൻ ഇവിടേക്ക് എത്തിയത് എന്ന് ഗോവിന്ദ് പറഞ്ഞു. അപ്പോഴേക്കും ശ്രീദേവി പറഞ്ഞു, സാരമില്ല, എന്തായാലും ഗോവിന്ദ് ഇരിക്കെ, ഞാൻ ചായ എടുത്തോണ്ട് വരാം എന്ന് പറഞ്ഞ് അവിടുന്ന് ശ്രീദേവി ചായ എടുക്കാനായി പോകുമ്പോൾ ലച്ചുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഗോവിന്ദന്റെ മനസ്സിനെ വല്ലാതെ അലട്ടി. ഗോവിന്ദ മനസ്സിൽ പറഞ്ഞു, ലച്ചു, അപ്പോൾ നീ ഒരിക്കലും ആ പഴയ ഓർമ്മകളിലേക്ക് നീ മടങ്ങി വരില്ല അല്ലേ എന്ന് വേദനയോടെ ഓർത്തുകൊണ്ട് ഗോവിന്ദ് നിൽക്കുന്നു.